ഒന്ന് സുഭാഷ് ബാബു ഇവിടെ ആ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയി, നല്ല കാര്യം. ജനാധിപത്യം വിമർശനം ഉണ്ടാകുമ്പോഴേക്കും അത് തിരുത്തുക. മാത്രമല്ല, ഈ വക്കീൽ എന്തോ മിടുക്കനായ വക്കീലാണ്, ഗംഭീരമായ വക്കീലാണ് ഇയാൾ. കൊട്ടിയൂർ ക്ഷേത്രത്തിലെ സ്പെഷ്യൽ കമ്മീഷണറാണ്. പാറ്റൂർ കേസ് ദേവസ്വം കേസിൽ അഗ്രഗണ്യനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ, കുറ്റപത്രം സമർപ്പിക്കാത്ത ഒരു കേസിലെ ആ നിയമനം വിശ്വാസികൾക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. ശ്രീ സുഭാഷ് ബാബു, തീർച്ചയായിട്ടും ഉണ്ടാക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പ്രതിസ്ഥാനത്ത് നിന്നിരുന്ന വ്യക്തിയാണ്. അവരുടെ ഭാഗത്ത് വക്കാലത്തെടുത്ത് അവർക്ക് വേണ്ടി വളരെ ശക്തമായി, അതും സത്യവിരുദ്ധമായ രീതിയിൽ ആദ്യം ഈ കേസിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ട് വളരെ സമർത്ഥമായി കൈകാര്യം ചെയ്ത ഒരു അഭിഭാഷകൻ എന്നുള്ള രീതി അദ്ദേഹം പരിചയസമ്പന്നനൊക്കെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അദ്ദേഹം നേരത്തെ തന്ത്രിയുടെ അപ്പോയിൻമെൻറ്റ് സംബന്ധിച്ച് അവിടെ ശബരിമലയിലെ അതിൻ്റെ അമിക്കസ് ക്യൂറി ആയിരുന്നു. പിന്നെ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ, അങ്ങനെ പല കാര്യങ്ങളിലും കോടതിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് സുത്യർഹമായി അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് വളരെ ആകാംക്ഷയും ഉത്കണ്ഠയും അതോടൊപ്പം തന്നെ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയത്തോട് കൂടിയിട്ട് ഈ കേസ് ശരിയായ രീതിയിലല്ല പോകുന്നത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഏതാണ്ട് ജനങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആയാലും അതിൻ്റെ അന്വേഷണമൊക്കെ സമയാസമയങ്ങളിൽ നടക്കേണ്ട സമയത്ത് നടക്കേണ്ട രീതിയിൽ നടന്നില്ല. അതിനകത്ത് വലിയ വീഴ്ച വരുത്തിയിട്ട് അത് കോടതിക്ക് തെറ്റിദ്ധരിപ്പിച്ച് അത് കോടതിക്ക് പോലും വിമർശന വിധേയമാക്കാത്ത രീതിയിൽ അവരിതുവരെ അത് മാനേജ് ചെയ്ത് കൊണ്ടുവന്നു. ആ സമയത്ത് പ്രതിയുടെ വക്കീലായിട്ടിരുന്ന ഒരാൾ പ്രോസിക്യൂഷൻ ഭാഗത്തേക്ക് വരുമ്പോൾ നിയമപരമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എത്തിക്സ് പ്രകാരം, പ്രൊഫഷണൽ എത്തിക്സ് പ്രകാരം അങ്ങനെ ഒരു തെറ്റ് നിയമപരമായിട്ടില്ല എങ്കിൽ പോലും അത് നമ്മളൊരു സാധാരണഗതിയിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ധാർമ്മിക തത്വങ്ങളും മൂല്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പം അത് അദ്ദേഹത്തിനെ നിയമിക്കാൻ പാടില്ലായിരുന്നു. അത് എന്തുകൊണ്ട് അവഗണിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ സംശയത്തിന് ജനങ്ങളുടെ ഭാഗത്ത് സംശയം ഉണ്ടാകുന്നത് തെറ്റൊന്നുമില്ല. ചിലപ്പോൾ അതൊന്നും ഈ അപ്പോയിൻ്റ് ചെയ്ത ആളുകൾ ആരെങ്കിലുമൊക്കെ ലിസ്റ്റ് കൊടുത്തു, അവിടെയൊക്കെ സ്വാധീനം വരുന്ന അവസരത്തിൽ ലിസ്റ്റ് എഴുതി ഉണ്ടാക്കി പെട്ടെന്ന് സർക്കാർ വക്കീലന്മാരൊക്കെ ഉണ്ട്. അവർക്ക് താങ്കൾ ഈ പറയുന്നത് പോലെ ഓരോരുത്തരുടെ കോട്ടയിൽ, അതിനകത്ത് കോൺഗ്രസിനകത്ത് ചില വിമർശനങ്ങളൊക്കെ ഉണ്ട്, CPM-മാരെയൊക്കെ ആക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പോട്ടെ, അത് അവരുടെ കാര്യം. ഇത് 140 അങ്ങനെ വരുന്നതല്ല. ഇത് ഇല്ലാത്തൊരു പദവിയാണ്. ഇത് സ്പെഷ്യൽ പ്ലീഡറാണ്, ഒരൊറ്റ പദവിയാണ്. ഒറ്റ പദവിയിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ ഈ പണ്ടാരി എന്ന് പറയുന്ന 9ാം പ്രതിയുടെ വക്കീലായിരുന്നു ഇയാൾ എന്നറിയാനുള്ള സാമാന്യ ബോധം ഉണ്ടാവണ്ടേ? അത് ഈ ഔചിത്യ പ്രശ്നത്തിനപ്പുറം ഒരു ഗുരുതരമായ ലക്ഷ്യമാരെങ്കിലും സംശയിച്ചാൽ അവരെ പഴിക്കാവോ സുഭാഷ് ബാബു? പഴിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ളൊരു സ്പെഷ്യൽ മുമ്പില്ലാത്ത ഒരു പദവിയിലേക്കാണ് ഇദ്ദേഹം ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ടാണ്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എത്ര കാലം വേണമെങ്കിലും തുടരാം, ഏജ് ലിമിറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് ദേവസ്വത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു തസ്തികയിലേക്ക് ദേവസ്വത്തിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്ന് പറയുമ്പോൾ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ഓഫീസിൽ ഇത് അറിയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ ആ വിവരം അവിടെ അവരറിയുകയും അവർ ആ ലിസ്റ്റ് പരിശോധിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരമുണ്ടായിരുന്നു. അത് ആരോ ശ്രദ്ധയിൽപ്പെടുത്താത്തതുകൊണ്ടോ അല്ലെങ്കിൽ ബോധപൂർവം അങ്ങനെ വന്നോട്ടെ എന്ന് വിചാരിച്ചതുകൊണ്ടോ സംഭവിച്ചു പോയതായിരിക്കും. എന്തായാലും ശരി, അത് അങ്ങനെ ഒരു നിയമം അദ്ദേഹത്തിനെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് അനൗചിത്യമായിപ്പോയി. അത് വിമർശന വിധേയമായപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു തിരുത്തൽ നടപടി എന്നുള്ള രീതി അദ്ദേഹം രാജിവെക്കുകയുണ്ടായി. അതൊക്കെ നല്ല കാര്യം തന്നെ. എന്നാലും ഇങ്ങനെയുള്ള ഒരു അവധാനതയോടുകൂടി പ്രവർത്തിക്കുന്നതിൽ മാന്ദ്യം വന്നതുകൊണ്ട്, അല്ലെ വീഴ്ച വന്നതിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഇതേമാതിരി പരാതികൾ ഗവൺമെൻറ്റിന് വല്ലാണ്ട് ബാധിക്കും. അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ ആശങ്കയും ഭയമുണ്ടാവും. കേസിൻ്റെ അന്വേഷണത്തിൽ പോലും ഭക്തജനങ്ങൾക്ക് തൃപ്തിയില്ല എന്ന് നമുക്ക് ഹാഷ്മിക ഒക്കെ നന്നായിട്ട് അറിയുന്നതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരുപാട് ഡിലേ, അതായത് ആദ്യം തന്നെ ഈ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ എക്സ്പെർട്ടിനെ അയക്കാൻ വളരെ നാൾ മാറി, അതുപോലെ തന്നെ ഇതിൻ്റെ സാമ്പിൾ അയക്കാൻ വളരെ മാറി, ഏത് സ്ഥലത്ത് അയച്ചാൽ ഇതിൻ്റെ കൃത്യമായ റിസൾട്ട് കിട്ടുമെന്ന് കണ്ടുപിടിക്കാൻ വിഷമമുണ്ടോ, അത് ഒരിടത്ത് അയച്ചു, അത് നടക്കില്ല എന്ന് പറഞ്ഞ് പിന്നെ VSCCയിൽ അതിന് അയക്കില്ല എന്ന് പറഞ്ഞ് വെറ്ററണറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് CSIRലേക്ക് അയച്ചു. ഇങ്ങനെയൊക്കെ ഒരുപാട് അഭ്യാസങ്ങൾ ഇതിനകത്ത് നടത്തേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ കൃത്യമായിട്ടൊരു 3 മാസം ആദ്യം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് ഈ അന്വേഷണം പൂർത്തിയാക്കാവുന്നതായിരുന്നു. ഇതിട്ടഴിച്ച് ഇതെല്ലാം കൂടെ നാഥനില്ലാത്ത മാതിരി നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അത് കുളമാക്കി ഇപ്പോൾ വെച്ചിരിക്കുകയാണ് കേസ്. ഇതിൻ്റെ ഭാവി എന്താണെന്ന് എനിക്ക് പോലും വളരെ ആശങ്കയുണ്ട്. ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഇതിനകത്ത് ഒരു അനൗചിത്യമുണ്ടായി, ശ്രദ്ധക്കുറവുണ്ടായി. അത് ഒരിക്കലും പാടില്ലാത്തതായിരുന്നു.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.